രാമ 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 ലോകാഭിരാമ ഭൂമി ബാലശ്രേഷ്ഠ ഭാരതം ശ്രേഷ്ഠ ഭാരതം. നമസ്കാരം. ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സീതയുടെ ദുഃഖത്തിന് നേരിയ ആശ്വാസം പകർന്നുകൊണ്ട് സുന്ദരകാന്ഡം മുന്നേറുകയാണ്. മത്സരങ്ങൾ ആരംഭിക്കാം. ആദ്യം പ്രശ്നോത്തരി മത്സരം. പ്രശ്നോത്തരി മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയ സ്കൂളുകളെ സ്വാഗതം ചെയ്യാം. ടീം എ, HDPY സീനിയർ സെക്കൻഡറി സ്കൂൾ, അണ്ടിപ്പിള്ളിക്കാവ്. ടീം ബി, അമൃത വിദ്യാലയം, ചാവക്കാട്. പേര് പറയുമോളൂ. എൻ്റെ പേര് അമൂല്യ സജീഷ്. ഞാൻ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എൻ്റെ പേര് അഡോൺ മരിയ മാൻസൺ. ഞാൻ 12th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. പേര് പറയാം. എൻ്റെ പേര് അതുല്യ ബാബു. ഞാൻ 10th-ലാണ്. എൻ്റെ പേര് ദേവിക. ഞാൻ 10th-ലാണ്. റെഡിയാണ്? ഓക്കെ. ആദ്യ ചോദ്യം ടീം എയോടാണ്. മൈനാക പർവ്വതത്തിനു പറയുന്ന മറ്റൊരു പേര്. എ, വിന്ധ്യൻ, ബി, ഹിരണ്യനാഭൻ, സി, ആഴിവിന്ധ്യൻ, ഡി, അഭയവരദൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ സി, ആഴിവിന്ധ്യൻ. ഓപ്ഷൻ സി, ആഴിവിന്ധ്യൻ. ഞാൻ ലോക്ക് ചെയ്യട്ടെ? ഉറപ്പില്ല അല്ലെ? ഊഹിച്ചതാണ്. ശരി, ഞാൻ ലോക്ക് ചെയ്തു. സി, ആഴിവിന്ധ്യൻ. നമുക്ക് നോക്കാം. ടീം എ പറഞ്ഞ ഉത്തരം തെറ്റാണ്. നമ്മള് ബിയോടാണ് ചോദിക്കുന്നത്. സെയിം ക്വസ്റ്റ്യൻ. മൈനാക പർവ്വതത്തിന് പറയുന്ന മറ്റൊരു പേര്. എ, വിന്ധ്യൻ, ബി, ഹിരണ്യനാഭൻ, ഡി, അഭയവരദൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി, ഹിരണ്യനാഭൻ. ഓപ്ഷൻ ബി, ഹിരണ്യനാഭൻ. ലോക്ക് ചെയ്യട്ടെ? ഓക്കെ. ഓപ്ഷൻ ബി, ഹിരണ്യനാഭൻ. നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 1 മാർക്ക്. അടുത്ത ചോദ്യം ടീം ബിയോട് തന്നെയാണ്. രാവണന്റെ പക്കലുള്ള പുഷ്പക വിമാനം ബ്രഹ്മാവിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ്. ബ്രഹ്മാവിൽ നിന്നും തപസ് കൊണ്ട് കുബേരനും ബലം കൊണ്ട് രാവണനും അത് കരസ്ഥമാക്കി. ആരാണ് ആ പുഷ്പക വിമാനം നിർമ്മിച്ചത്? എ, ബ്രഹ്മാവ്, ബി, വിശ്വകർമാവ്, സി, ബൃഹസ്പതി, ഡി, മയൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ബി, വിശ്വകർമാവ്. ബി, വിശ്വകർമാവ്. ഷോർട്ടാക്കി. ബി, വിശ്വകർമാവ് അല്ലെ? ലോക്ക് ചെയ്യട്ടെ ഞാന്? ഓക്കെ. നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. ധാരാളം വ്യക്തികൾക്ക് സംശയവുമുണ്ട്, ഭരണാധികാരികൾ വിമർശിക്കാറുമുണ്ട്. വിമാനം എന്ന സങ്കല്പം വെറും കെട്ടുകഥയാണ് എന്ന് പറഞ്ഞു. ഭരദ്വാജ മഹർഷി എഴുതിയ അംശുബോധിനി എന്ന പുസ്തകത്തിൽ 40-ാം അധ്യായമാണ് വിമാനതന്ത്രം. ആ വിമാനതന്ത്രം ആരംഭിക്കുന്നത് ദേശാന്തരം യദ്ധത് ലോകാന്തരം തഥാ ദ്വീപാന്തരം ചൈവ യോ അംബരേ ഗന്തുമർഹതി സ വിമാന ഇതി പ്രോക്ത ഖേടശാസ്ത്രവിദാംബരൈഹി എന്നാണ്. നല്ലൊരു ഡെഫനിഷനാണ്. ISRO അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തിലേക്ക്, ഒരു ലോകത്ത് നിന്ന് വേറൊരു ലോകത്തിലേക്ക്, ഒരു ദ്വീപിൽ നിന്ന് വേറൊരു ദ്വീപിലേക്ക് ആകാശമാർഗത്തിലൂടെ പോകാൻ ഉപകരിക്കുന്ന വാഹനത്തെയാണ് ഖേടശാസ്ത്രവിദാംബരഹി, സ്പേസ് സയൻറ്റിസ്റ്റുമാർ വിമാനം എന്ന് പറയുന്നത്. അതാണ് തുടക്കം. വളരെ സ്ട്രോങ് ആയിട്ട് ആൻസർ ചെയ്തു. നന്നായി. അടുത്ത ചോദ്യം ടീം എയോടാണ്. ഇങ്ങനെ പ്രവർത്തിച്ചാലേ നിനക്ക് മംഗളം ഉണ്ടാവുകയുള്ളൂ. ഏവം ഹി ഭവേത് സ്വസ്തി. മംഗളമുണ്ടാകാൻ രാവണൻ എങ്ങനെ പ്രവർത്തിക്കണമെന്നാണ് സീത പറയുന്നത്? എ, ലങ്കയെ രാമന് സമർപ്പിക്കുക. ബി, തന്നെ രാമന് സമർപ്പിക്കുക. സി, അഹങ്കാരത്തെ വെടിയുക. ഡി, രാമനെ അഭയം പ്രാപിക്കുക. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എന്താണ് ചോദിക്കാം? നമുക്ക് മുത്തശ്ശിയോട് ചോദിക്കാം. ഹലോ മുത്തശ്ശി. പറഞ്ഞോളൂ മോളെ. ഇത് ശ്രേഷ്ഠ ഭാരതം പരിപാടിയിൽ നിന്ന് നിത്യദാസ് ആണ് വിളിക്കുന്നത്. ഓ, എനിക്കറിയാം നിത്യ. ഓക്കെ.
മുത്തശ്ശിയുടെ പേര് പറയോ? എന്റെ പേര് സരോജ. സരോജ മുത്തശ്ശി. ഓക്കെ, ആ. കുട്ടിയോള് ക്വസ്റ്റ്യൻ ചോദിക്കൂ കേട്ടോ. പറഞ്ഞു. ചോദിച്ചോളൂ. ഹലോ മുത്തശ്ശി, പറയൂ മോളെ. ഇങ്ങനെ പ്രവർത്തിച്ചാലേ നിനക്ക് മംഗളം ഉണ്ടാവുകയുള്ളൂ. മംഗളം ഉണ്ടാകുവാൻ രാവണൻ എങ്ങനെ പ്രവർത്തിക്കണം എന്നാണ് സീത പറയുന്നത്? ഓപ്ഷൻ എ, ലങ്കയെ രാമന് സമർപ്പിക്കുക. ബി, തന്നെ രാമന് സമർപ്പിക്കുക. സി, അഹങ്കാരത്തെ വെടിയുക. ഡി, രാമനെ അഭയം പ്രാപിക്കുക. സീതയെ രാമന് മടക്കി കൊടുക്കുക. ഓപ്ഷൻ ബി, തന്നെ തന്നെ രാമന് രാമന് സമർപ്പിക്കുക. സമർപ്പിക്കുക. ഓക്കെ മുത്തശ്ശി, താങ്ക് യു. മുത്തശ്ശി പറഞ്ഞ ഉത്തരം ശരിയാണ്. താങ്ക് യു. യു വെൽക്കം. മുത്തശ്ശി കാരണം നിങ്ങൾക്ക് 2 മാർക്ക്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ചോദ്യം ഇതാണ്: പ്രഹസ്തന്റെ പുത്രനാണ് ഡാഷ്. എ, വജ്രഹനു. ബി, ജംബുമാലി. സി, വിരൂപാക്ഷൻ. ഡി, യൂപാക്ഷൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി ജംബുമാലി. ഓപ്ഷൻ ബി ജംബുമാലി ലോക്ക് ചെയ്തു. പ്രഹസ്തൻ ആരാണെന്നറിയോ? രാവണന്റെ ഒരു സേനാപതിയാണ്. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. അടുത്ത ചോദ്യം ടീം എയോടാണ്. ഭൂപാലന്മാർ ദൂതനായി വന്നവന് വധശിക്ഷ വിധിക്കാറില്ല എന്ന് പറഞ്ഞ് ഹനുമാന് വധശിക്ഷ വിധിച്ച രാവണനെ തടയുന്നത് ആരാണ്? എ, പ്രഹസ്തൻ. ബി, മാല്യവാൻ. സി, വിഭീഷണൻ. ഡി, ഇന്ദ്രജിത്ത്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആരാണ് തടയണത്? ഓപ്ഷൻ സി, വിഭീഷണൻ. ഓപ്ഷൻ സി വിഭീഷണൻ ലോക്ക് ചെയ്യട്ടെ. ഓക്കെ, ഓപ്ഷൻ സി വിഭീഷണൻ. നമുക്ക് നോക്കാം. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം എക്ക് 2 മാർക്ക്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. രാത്രിയിൽ കൃഷശരീരനായി ലങ്കാനഗരിയിൽ കടക്കാൻ ശ്രമിച്ച ഹനുമാനെ തടഞ്ഞത് ആരാണ്? എ, പ്രഹസ്തൻ. ബി, മകരാക്ഷൻ. സി, ലങ്കാശ്രീ. ഡി, യജ്ഞശത്രു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ സി, ലങ്കാശ്രീ. ഓപ്ഷൻ സി ലങ്കാശ്രീ ലോക്ക് ചെയ്യട്ടെ. ഓക്കെ, ലങ്കാശ്രീയെ കുറിച്ച് വേറെ എന്തെങ്കിലും അറിയോ? ബ്രഹ്മാവിനാൽ നിയോഗിക്കപ്പെട്ടതാണ്. പിന്നെ ബ്രഹ്മദേവന്റെ ശാപം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു വാനരൻ എന്നാണോ വിക്രസ് കൊണ്ട് തന്നെ കീഴ്പ്പെടുത്തുന്നത് അന്ന് ലങ്ക വിട്ടു പോകാം. പിന്നെ രാക്ഷസന്മാരുടെ നാശവും സംഭവിക്കുന്നു പറയും. മോചനം കിട്ടുമെന്ന്. ഓക്കെ, ഫൈൻ. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. നിങ്ങൾ 2 ഗ്രൂപ്പുകാരും വളരെ പ്രസന്നവദനരായിട്ടാണ് ഉത്തരം പറയുന്നത്. ഒരേ ജോലി 1 മണിക്കൂർ ടെൻഷനോടുകൂടി ചെയ്യാൻ 100 കലോറി എനർജി വേണം. അതേ ജോലി 1 മണിക്കൂർ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി ചെയ്യാൻ 17 കലോറി എനർജി മതി. നിങ്ങൾ 2 ഗ്രൂപ്പിൻ്റെ മുഖത്ത് നല്ല ചിരിയുണ്ട്. ചിരിച്ച മുഖം വേണം എപ്പോഴും. എന്ത് ആകാശം ഇടിഞ്ഞു വീണാലും മുഖത്തൊരു ചിരി ഉണ്ടാവണം. വെരി ഗുഡ്. ടീം എ ഇന്ന് നേടിയിരിക്കുന്നത് എത്ര മാർക്കാണെന്ന് നോക്കാം. ടീം എ നേടിയിരിക്കുന്നത് 4 മാർക്ക്. ടീം ബി നേടിയിരിക്കുന്നത് 7 മാർക്ക്. ഇന്നത്തെ പ്രശ്നോത്തരി മത്സരം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്തത് ആലാപന അർത്ഥവ്യാഖ്യാന മത്സരമാണ്. അതിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ബ്രേക്ക്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി ആലാപന അർത്ഥവ്യാഖ്യാന മത്സരമാണ്. നമുക്ക് ടീമുകളെ പരിചയപ്പെടാം. ടീം എ, HDPY സീനിയർ സെക്കൻഡറി സ്കൂൾ, അണ്ടിപ്പിള്ളിക്കാവ്. ടീം ബി, അമൃത വിദ്യാലയം, ചാവക്കാട്. കഴിഞ്ഞ പ്രാവശ്യം മോള് തന്നെയായിരുന്നു. നന്നായിട്ട് പാടി അല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. പേര് പറയൂ. എൻ്റെ പേര് പാർവണ, ഞാൻ 9th പഠിക്കുന്നു. നമ്മൾ പരിചയപ്പെട്ടു എന്നാലും. എൻ്റെ പേര് അഡോൺ മരിയ മാൻസൺ, 12th പഠിക്കുന്നു. എൻ്റെ പേര് അന്നപൂർണ, ഞാൻ +1 പഠിക്കുന്നു. എൻ്റെ പേര് സൗപർണിക, ഞാൻ 9th പഠിക്കുന്നു. ഓക്കെ, ആദ്യ കാവ്യം ടീം എയുടെയാണ്. ടീം എയുടെ കാവ്യം സ്ക്രീനിൽ. മണികനകമയനമലനായ മൈനാകവും മാനുഷവേഷം ധരിച്ചു ചൊല്ലിടിനാൻ ഹിമശിഖരി തനയനഹം അറിക കവിവീര നീ എന്മേലിരുന്നു തളർച്ചയും തീർക്കിടൂ
സലിലനിധി സരഭസമയക്കയാൽ വന്നു ഞാൻ, സാദവും ദാഹവും തീർത്തു പോയിക്കൊള്ളുകടോ. ആശയം. അധ്യാത്മ രാമായണത്തിലെ തന്നെ സർവശ്രേഷ്ഠമായ സുന്ദരകാന്ഡത്തിലെ 1-ാം സർഗത്തിലെ സമുദ്രലംഘനത്തിലെ വരികളാണ് നാം ഇവിടെ ഉദ്ധരിച്ചു കേട്ടത്. കൃതയുഗത്തിൽ പർവ്വതങ്ങൾക്ക് ചിറകുണ്ടായിരുന്നു. എന്നാൽ ആ ചിറകുകൾ മറ്റുള്ളവർക്ക് ദോഷമായി തീരും എന്നു കണ്ട് ദേവേന്ദ്രൻ തൻ്റെ വജ്രായുധത്താൽ അവ മുറിക്കുകയുണ്ടായി. അനേകായിരം പർവ്വതങ്ങൾക്കിടയിൽ നിന്ന് മൈനാക പർവ്വതത്തെ വായുദേവൻ സാഗരത്തിൽ ഒളിപ്പിച്ചു. തനിക്ക് അഭയം തന്ന സാഗരവും ശ്രീരാമചന്ദ്രനും ഒരേ വംശമാണ്, ഇക്ഷ്വാകു. ശ്രീരാമചന്ദ്രന്റെ ദൂതനും തന്നെ രക്ഷിച്ച വായുദേവന്റെ പുത്രനുമായ ഹനുമാനോട് കനകമയിയായ മൈനാകത്തിന് ഭക്തിബന്ധങ്ങൾ ഉദിക്കുന്നു. ആ കൃതജ്ഞത കൊണ്ടാണ് മൈനാകം മാനുഷവേഷം ധരിച്ചുവെന്ന് ഹനുമാനോട് ഇപ്രകാരം പറഞ്ഞത്. മാനുഷവേഷം ധരിച്ചു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ലോകം പഞ്ചഭൂത നിർമ്മിതമാണ്. ഭൂമി, ആകാശം, ജലം, അഗ്നി, വായു ഇവ ഭഗവാന്റെ അപരപ്രകൃതികളാണ്. മൈനാകം ഇങ്ങനെ പറയുന്നു: വാനരവീര, ഞാൻ ഹിമവാന്റെ പുത്രനാണ്. നീ എൻ്റെ പുറത്തിരുന്ന് തളർച്ചയും ദാഹവും തീർത്തുകൊള്ളൂ. അമൃത് പോലെയുള്ള ജലവും നന്നേ പഴുത്ത പഴങ്ങളും മധുരിക്കുന്ന തേനും ഭക്ഷിച്ച് യാത്ര തുടരൂ. എന്നാൽ ഒരു ഉത്തമ ദൂതൻ എങ്ങനെയായിരിക്കണം എന്ന് നന്നായി അറിയാവുന്ന ഹനുമാൻ ഇപ്പോൾ സൽക്കാരം സ്വീകരിക്കേണ്ട ഉചിത സമയമല്ല എന്ന് മനസ്സിലാക്കി സ്വീകരിച്ചതായി കരുതിക്കൊള്ളൂ എന്ന് മൈനാകത്തോട് പറഞ്ഞ് തൻ്റെ യാത്ര തുടരുന്നു. അതിഥി ദേവോ ഭവ എന്നാണല്ലോ ആപ്തവാക്യം. അതിഥികളെ ഈശ്വരന്മാരെ പോലെ പൂജിക്കണം എന്നാണ് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. അതിഥികളെയും അഭയാർത്ഥികളെയും സ്വീകരിക്കുവാനും സൽക്കരിക്കുവാനും ഏറെ താല്പര്യമുള്ള ആർഷഭാരത സംസ്കാരത്തിന്റെ ഒരു നിഴലാട്ടം ഈ കാവ്യ സന്ദർഭത്തിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നുണ്ട്. നന്ദി. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ഇത് വളരെ പാടുള്ള വരികളാണ്. രാമായണത്തിലെ ഏറ്റവും കടുകട്ടിയായ പദങ്ങൾ ഇങ്ങനെ ഇടതിങ്ങിയിരിക്കുന്ന ഒരു ഭാഗമാണ് സുന്ദരകാന്ഡം. അതിനൊരു താളവുമുണ്ട്. മണി കനകമയനമലനായ മയനാകവും മാനുഷവേഷം ധരിച്ചു ചൊല്ലിടിനാൻ, ഹിമശിഖരി തനയനഹമറിക കപിവീര, നീ എന്മേലിരുന്നു തളർച്ചയും തീർക്കടോ. സലിലനിധി സരഭസമയക്കയാൽ വന്നു ഞാൻ, സാദവും ദാഹവും തീർത്തു പൊയ്ക്കൊള്ളുകടോ. ഇനി നമുക്ക് മാർക്സിലോട്ട് കിടക്കാം. ശ്രീകുമാർ സർ, എത്ര മാർക്കാണ് കൊടുക്കുന്നത്? 8 out of 10. ഗോപാലകൃഷ്ണൻ സർ? ഒന്നും പറയാതെ 8 എന്ന് പറഞ്ഞാൽ 10-ന് 10 എന്നുള്ള രീതിയിൽ തന്നെയാട്ടോ അത്. ഈശ്വജി? ഞങ്ങൾ ജഡ്ജസിന് ഒരു സെൽഫ് റെസ്ട്രെയിൻറ്റും മിതത്വവും വേണം, അതുകൊണ്ട് മാത്രം 9 തരുന്നില്ല. ടീം എ നേടിയിരിക്കുന്നത് 24 മാർക്കാണ്. അടുത്തത് ടീം ബിയുടെ കാവ്യമാണ്. താങ്കളുടെ കാവ്യം സ്ക്രീനിൽ. സവിതൃകുലതിലകനിലദീവഭീത്യാ ഭവാൻ സന്യാസിയായി വന്നിരുവരും കാണാതെ, സഭയമതി വിനയമൊടു ശുനീവ ഹവിരധ്വരേ, സാഹസത്തോടു മാം കട്ടുകൊണ്ടീലയോ. ദശവദന സുദൃഢമനുചിതമിതു നിനയ്ക്ക നീ, തൽഫലം നീതാനനുഭവിക്കും ദൃഢം. ആശയം. ലങ്കയിൽ കഴിയുന്ന സീതാദേവിയോട് രാവണൻ തന്റെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. ഭർത്താവായ രാമനെ മറക്കാനും തന്റെ കൂടെ സസുഖം വാഴാനും ആവശ്യപ്പെടുന്നു. എന്നാൽ ഇതു കേട്ട് കോപാകുലയായ സീതാദേവി ഒരു പുൽക്കൊടി നുള്ളിയെടുത്ത് അവർക്കിടയിൽ ഇട്ടുകൊണ്ടു പറഞ്ഞു: സൂര്യവംശനാഥനായ രാമനെ ഭയന്ന് നീ സന്യാസി വേഷത്തിൽ വന്ന്
അവർ രണ്ടുപേരും കാണാതെ ഭയത്തോടും അതിവിനയത്തോടും കൂടി, പെൺപട്ടി യാഗത്തിലെ ഹവിസിനെ തട്ടിയെടുക്കുന്നത് പോലെ എന്നെ മോഷ്ടിച്ചതല്ലേ രാവണ, ഇതിന്റെ ബലം നീ അനുഭവിക്കും. അർഹതയില്ലാത്തത് ആഗ്രഹിക്കുന്നവർ, അന്യന്റെ മുതൽ തട്ടിയെടുക്കുന്നവർ ഒടുക്കം ആപത്തിൽ ചെന്ന് ചാടും എന്നതിന്റെ സൂചന സീതാദേവിയുടെ ഈ വാക്കുകളിലുണ്ട്. നന്ദി. ഭംഗിയായി ചൊല്ലലും വളരെ ബ്രിവിറ്റിയോടുകൂടി ആ ഒരു ആശയം പറഞ്ഞതും. ചൊല്ലല് എന്താണ് പറഞ്ഞൊരു ഈ ഒരു ഏറ്റവും അധികം പാടുള്ള കാണ്ഡം ആണ് പറയാൻ. അതെനിക്കൊന്ന് ഇന്ന് കിട്ടിയതിൽ കുറച്ച് കടുകെട്ടി വാക്കുകളാണ് അല്ലേ. സഭയമതി വിനയമൊടു ശുനീവ ഹവിരധ്വരേ സാഹസത്തോടു മാം കട്ടുകൊണ്ടിലയോ. ഗോപാലകൃഷ്ണൻ സാർ. അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ അക്ഷരത്ര നല്ലതായിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു തരത്തിൽ അകത്തൊരു വൈബ്രേഷനാണ് ഉണ്ടാവുന്നത്. നന്നായിട്ടുണ്ട്. ഇയാൾ വളരെ ഇങ്ങനെ അടുക്കും ചിട്ടയോടും കൂടി മൈസൂർ പാക്ക് കട്ട് ചെയ്ത് വെക്കുന്ന മാതിരിയാണ് വിവരണം നൽകിയത്. അത് നന്നായിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. നമുക്ക് മാർക്സിലോട്ട് കിടക്കാം. ശ്രീകുമാർ സർ. 8 out of 10. ഗോപാലകൃഷ്ണൻ 8 തന്നെ നല്ല രീതിയിൽ പറഞ്ഞു. ഇനി അതിനപ്പുറത്തേക്ക് കടക്കാൻ പറ്റാത്തത് കൊണ്ട് 8 തന്നെ. ആ ഇൻട്രോ ഒക്കെ, എസ്പെഷ്യലി വ്യാഖ്യാനത്തിൻ്റെ ഇൻട്രോ ഒക്കെ നന്നായിരുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ടത് റിസൈറ്റ് ചെയ്തു. 8. ടീം ബി നേടിയിരിക്കുന്നത് 24 മാർക്കാണ്. ഇന്നത്തെ ആലാപന അർത്ഥവ്യാഖ്യാന മത്സരം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്തത് രാമായണ നൃത്തശില്പമാണ്. രാമായണ നൃത്തശില്പത്തിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ബ്രേക്ക്. കൃപയോടു പറഞ്ഞു കേൾപ്പിക്കയോ പാപിയാമെന്നുടെ മാനസഭ്രാന്തിയോ.
സംഭവ ബാണമേതേടിനാൻ അനിലജനുമതിനെ ബഹുമതിയോടനാദരിച്ചാഹന്ത മോഹിച്ചു വീണിതു ഭൂതലേ. പേര് പറഞ്ഞു. ഞാൻ ശ്വേത 9ാം ക്ലാസ്സിൽ പഠിക്കും. എൻ്റെ പേര് മേഘ CS, ഞാൻ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എൻ്റെ പേര് അനോന, ഞാൻ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ കീർത്തന, ഞാൻ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എൻ്റെ പേര് ദേവനന്ദ, ഞാൻ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എൻ്റെ പേര് നിധിയ, ഞാൻ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ശ്രീകുമാർ സർ. നല്ല കളർഫുൾ ഡ്രസ്. സീതയായിട്ട് വന്ന കുട്ടി നന്നായിരുന്നു. ശിവ പക്ഷെ ചുവട്ടിലിരുന്നു. നല്ല ഒരു ഭാവം ഉണ്ടായിരുന്നു. എനിക്ക് നിങ്ങൾ ഉപയോഗിച്ച ആ പാട്ടിലുള്ള അപ്പോൾ ഒരു ശബ്ദം അത് ഉപയോഗിച്ചത് കുറച്ചുകൂടെ അത് ബെറ്റർ ആക്കാമായിരുന്നു എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടെ ഇമോഷൻസ് ബാക്കിയുള്ളവർക്ക് വരുത്താമായിരുന്നു എന്ന് എനിക്കൊരു തോന്നലുണ്ട് എല്ലാവർക്കും. സീത നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഗോപാലകൃഷ്ണൻ സർ. വളരെ നന്നായിരുന്നു, വളരെ ഇംപ്രസീവ് ആയിരുന്നു. ഈശ്വർജി. ആനച്ചന്തം ഉണ്ടായിരുന്നു, പക്ഷേ വെൻ യു ഗോ ഇൻ ടു ഡീറ്റെയിൽസ് ദർ ആർ മെനി ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റ്. നമുക്ക് മാർക്സിലോട്ട് കിടക്കാം. ശ്രീകുമാർ സർ. 15 മാർക്ക് ഔട്ട് ഓഫ് 20. 15 മാർക്ക്. ഈശ്വർജി. 15 out of 20. നിങ്ങൾ ആകെ നേടിയിരിക്കുന്നത് 45 മാർക്കാണ്. ഓൾ ദി ബെസ്റ്റ്. ഈ നൃത്തശില്പത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നാളെ ഇതേ ടീമുകൾക്കൊപ്പം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.